മന്ന വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ കൃത്യമായ 2-3 കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മക്കളും കൊച്ചുമക്കളും ബന്ധുമിത്രാദികളും എല്ലാം ഈ നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പോയിരിക്കുകയാണ്. ഉപരി പഠനാർത്ഥവും ഉപരി ജീവിതമാർഗം എന്നുവെച്ചാൽ കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലികളൊക്കെ അന്വേഷിച്ച് അങ്ങനെ പോയിരിക്കുകയാണ്. എന്നാലും ഉണ്ടല്ലോ അവർ വെക്കേഷൻ, അതുപോലെ ക്രിസ്മസ്, ഈസ്റ്റർ ആ കാലങ്ങളിലൊക്കെ നാട്ടിലെത്തും. അങ്ങനെ നാട്ടിലെത്തുമ്പം അവർക്ക് ഏറ്റവും പ്രിയം നമ്മുടെ നാട്ടിലുള്ള വിഭവങ്ങളാണ്. പിസ്സ, KFC അങ്ങനെയുള്ളതിനെയൊക്കെ അവരുടെ കൊച്ചുമക്കളെല്ലാം അതിൻ്റെ പുറകെ ആയിപ്പോയി. പക്ഷേ ഇവിടുന്ന് പോയി ഇവിടുത്തെ രുചി അറിഞ്ഞ് പിറനാടുകളിലേക്ക് എത്തിയവർക്കെല്ലാം ഇവിടുത്തെ രുചിയാണ് ഇഷ്ടം. കണ്ടോ? അപ്പം അങ്ങനെ ക്രിസ്മസ് കാലത്ത് വന്നവർക്കും ചക്കപ്പഴം തിന്നാനായിട്ട് നമ്മുടെ സൂപ്പർ ഏളി പ്ലാവുകൾ ചക്ക റെഡിയാക്കിയിട്ടുണ്ട്. അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. കാരണം ഈ സമയത്ത് നമുക്ക് അല്ലെങ്കിൽ സാധാരണ ചക്കപ്പഴം കിട്ടാറില്ല. അങ്ങനെ കിട്ടുന്ന ചക്കപ്പഴം ഇത് കണ്ടോ, നല്ല ഭയങ്കര ടേസ്റ്റായി സൂപ്പർ ഏളി ചക്കപ്പഴത്തിന്. ഇത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുക കണ്ടോ. ഇതിൻ്റെ ഉപയോഗം പലതരത്തിൽ ഇത് ഉപയോഗപ്പെടുത്താം. ഇത് പച്ചയ്ക്കുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ചക്ക എലിശ്ശേരി, ചക്കപ്പുഴുക്ക് എല്ലാം ഉണ്ടാക്കും. പഴുത്ത് കഴിഞ്ഞാൽ ചക്ക കൊണ്ട് ചക്കയട, ചക്കക്കുമ്പിള് എല്ലാം ഉണ്ടാക്കും. അതിലൊക്കെ ഏറ്റവും ഉപകാരപ്രദമായതാണ് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് അത് ചക്കപ്പുട്ടുണ്ടാക്കി തിന്നാൻ. ഈസി ആയിട്ട് ചക്കപ്പുട്ട് ഇങ്ങനെ ക്യാരറ്റ് പുട്ടോ അതല്ലെങ്കിൽ ചീരപ്പുട്ടോ ഒക്കെ ആക്കി ഈ ചക്ക അരിഞ്ഞിട്ട് വേവിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ചക്ക ഇതിന് മാത്രമല്ല ഉപകരിക്കുന്നത്, വേറെ ചില കാര്യങ്ങൾക്കും കൂടി ഉപകരിക്കുന്നു. അതായത് ഈ ചക്ക കൊണ്ട് നമുക്ക് നമ്മുടെ പല്ലിയെ തിരത്താം. അതാണ് ഇന്നത്തെ വിഷയം. നമ്മുടെ വീട്ടിൽ പുതിയ വീടാണെങ്കിലും ഒത്തിരി പേർക്കുള്ള പ്രശ്നമാണ്. പലരും എന്നോട് ചോദിച്ചു, ആൻറ്റി, മിസ്സേ, ടീച്ചറെ, ഈ പല്ലിയെ നമ്മുടെ വീട്ടിൽ നിന്ന് നിഷ്കാസനം ചെയ്യാനായിട്ട് ഒന്ന് ഇല്ലാതെയാക്കാൻ ഒരു മാർഗം പറഞ്ഞു തരാമോ? അപ്പോൾ ഞാൻ നോക്കി 1-2 രീതികളൊക്കെ പരീക്ഷിച്ച് നോക്കി. ഇന്നൊരു പുതിയ ട്രിക്ക് കണ്ടുപിടിച്ചു. അതിന് ഏറ്റവും ഉപയോഗപ്രദമായത് നമ്മുടെ ഈ സൂപ്പർ ഏളി ചക്കയാണ്. ഈ ചക്ക വെച്ച് എങ്ങനെയാണ് പല്ലിയെ നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ എല്ലാ പരിസരത്തു നിന്നും നമുക്ക് പല്ലിയെ ഓടിക്കാം. പല്ലി എവിടെയെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ വാതിലടയ്ക്കുമ്പോഴൊക്കെ നമ്മുടെ ദേഹത്ത് വീണാൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. അതങ്ങനെ ഒരു ജീവിയാണ്. മനുഷ്യരുടെ ചുറ്റുവട്ടങ്ങളിൽ മാത്രം ജീവിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ് പല്ലി. നിരുപദ്രവമാണ്. നമ്മുടെ വീട്ടിലുള്ള ചെറിയ ഇൻസെക്ട്സിനെയൊക്കെ പിടിച്ച് തിന്നോളും. എന്നാലും നമുക്കൊരു ഇറിറ്റേഷനാണ് അതിനെ നമ്മുടെ അടുക്കളയിലും നമ്മുടെ എല്ലാ വീടിൻ്റെ പല ഭാഗത്തുമായിട്ട് ഇതിനെ കാണുമ്പോൾ. എനിക്ക് വീടിനകത്തധികം പല്ലിയില്ല, കാരണം ഞാൻ അവരെ മിക്കവാറും ഏതെങ്കിലും രീതിയിൽ ഇവിടെ നിന്ന് ഓടിക്കും. പക്ഷേ എൻ്റെ വീടിന് പുറത്ത് ചുറ്റുപാടും ചില സ്ഥലത്തൊക്കെ പല്ലിയുണ്ട്. അതിനെ എങ്ങനെ മാറ്റി പല്ലി വിമുക്തമാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അങ്ങനെ വീഡിയോയിലോട്ട് കിടക്കാം. മന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ ഒരു സ്വാഗതം. പുതുവർഷത്തിൽ 2026 ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്ന ഒരു വീഡിയോ ആണിത്. അതായത് ഇതെന്താ ഈ ടീച്ചറെ കാണിക്കുന്നതെന്ന് തോന്നുമായിരിക്കും. ഇത് കണ്ടോ, റാറ്റോൾ, എലിക്കുള്ള ഒരു വിഷമാണ്. കുറേ ഇലക്കീന്തുകളിൽ നല്ല സൂപ്പർ ഏളി ചക്കപ്പഴം, നല്ല പെർഫ്യൂം അടിക്കുന്ന ചക്കപ്പഴമാണ്. അതേലോട്ട് ഈ റാറ്റോല് കുറച്ചായിട്ട് തേച്ച് വീടിൻ്റെ പുറത്തുള്ള പല സ്ഥലത്തും വീടിൻ്റെ റൂമുകളിലും വെക്കാൻ പോവുകയാണ്. അത് വെച്ചാലത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇത് നക്കി തിന്നാനായിട്ട് ഇത് ഒരു നല്ല മണമുള്ള ചക്കയായതുകൊണ്ട് പല്ലികൾ അട്രാക്റ്റീവായിട്ട് പല്ലികൾ വന്നെത്തും. ഈ റാറ്റോലിന് ചെറിയൊരു തിളക്കമുണ്ട്. അപ്പോൾ രാത്രി സമയത്ത് സഞ്ചരിക്കുന്ന പാർട്ടികളാണല്ലോ പല്ലികൾ. അവർ വന്ന് ഇത് സുലഭമായിട്ട് ഭക്ഷിക്കുകയും അതിൻ്റെ അനന്തരഫലമായിട്ട് മരണം, എല്ലാ പല്ലികളും ചത്ത് അവിടെ ഇവിടെ എല്ലാം കിടക്കുന്നത് കാണാം. അപ്പോൾ ഇത് നിങ്ങളെ ഒത്തിരി അത്യാവശ്യമുള്ളൊരു കാര്യമായിട്ട് പലരും ചോദിക്കാറുണ്ട്. പല്ലിയെ എങ്ങനെ ഒന്ന് മാറ്റിത്തരാം, പല്ലി എങ്ങനെ വീടുകളിൽ നിന്ന് ഒഴിവാക്കാം, അതിന് പറ്റിയൊരു പരിപാടിയാണിത്. കണ്ടോ, എല്ലാ ചക്ക പീസിന്മേലും റാറ്റോൾ പുരട്ടിക്കഴിഞ്ഞു. വളരെ കുറച്ച് മതി. ഇനി നമ്മുടെ വീട്ടിലുള്ള മറ്റ് ജീവികൾ ഒന്നും ഇത് തിന്നാനിടയാകാതെ നമ്മൾ അവരിപ്പോൾ പൂച്ചയോ പട്ടിയോ മറ്റേതെങ്കിലും ജീവികളുണ്ടെങ്കിൽ അവർ കയറാത്തതും അവർ സ്പർശിക്കാത്തതുമായ ഭാഗത്ത് വെക്കണം. എനിക്കൊരു പട്ടിയുണ്ട്, റൂബി. അതുകൊണ്ട് ഞങ്ങളിന്ന് പട്ടിയെ വിടുന്നില്ല, അവളെ കൂട്ടി തന്നെ വെച്ചിരിക്കുകയാണ്. രാവിലെ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് പട്ടിയെ വിടാം. വീടിനകത്ത് സ്റ്റെയർ കേസിൻ്റെ സൈഡിലായിട്ട് വച്ചിരിക്കുന്ന ചെടിച്ചട്ടിയുടെ സമീപം സ്ഥിരമായിട്ട് പല്ലി ഇങ്ങനെ സഞ്ചരിക്കുന്നതാണ്. അവിടെ ഒരു പീസ് വെച്ചിരുന്നു.
ഏതായാലും രാത്രിയിൽ പുള്ളിക്കാരൻ വന്നത് ഭക്ഷിച്ചു. ഇത് കണ്ടോ, ചത്ത് കിടക്കുന്നു, ചത്തുപോയി. കണ്ടോ? ഇതുപോലെ പല്ലിയെ കൊല്ലാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളതും പക്ഷേ ഇച്ചിരി കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇതുപോലെ വീടിൻ്റെ പല ഭാഗത്തും ഉണ്ട്. ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം.